കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം വീണ്ടും ധ്യാനിപ്പാനും ചിന്തിപ്പാനും പഠിക്കുവാനും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നതും ഇരുവായ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതുമായ ദൈവത്തിൻ്റെ വചനം, അത് വായിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നതും ഭാഗ്യമാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ ഇന്ന് രാത്രിയിൽ കർമ്മേൽ മിനിസ്ട്രീസിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം, ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ ഈ അവസരം ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചന കേൾവിക്കായി ദൈവസന്നിധാനത്തിങ്കൽ ആയിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ചതിൻ്റെ തുടർച്ചയായി ചിന്തിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വളരെ പെട്ടെന്ന് ഒരു അബ്രപ്റ്റ് എൻഡിങ്ങിലാണ് നമ്മുടെ ദൈവവചന പഠനം നിന്നത്. എന്തുകൊണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടായിപ്പോയതാണ്. ഇന്ന് കഴിഞ്ഞ ആഴ്ച നിർത്തിയ സ്ഥാനത്ത് നിന്ന് തുടങ്ങുവാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം ചിന്തിച്ചു വന്നത് വേദപുസ്തക ദൈവശാസ്ത്രത്തിൻ്റെ സ്വഭാവം എന്താണ്. ആ വിഷയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വന്ന് നാം നിർത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഭാഗങ്ങളെ ഒന്നുകൂടി അയവിറക്കുവാൻ 1-2 മിനിറ്റുകൾ ഞാൻ എടുക്കുകയാണ്. നോക്കുക, ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നിർവചനമാണ് നാം പ്രാരംഭത്തിൽ ചിന്തിച്ചത്. രണ്ടാമതായി നാം പഠിച്ചത് ദൈവവചനത്തിൻ്റെ ആവശ്യകത എന്താണ്, തിയോളജിയുടെ ആവശ്യകത എന്താണ്, വേദപുസ്തക ദൈവശാസ്ത്രം ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ആവശ്യമാണോ, അതിൻ്റെ പഠനം നമുക്ക് എത്രമാത്രം പ്രയോജനമുണ്ട് എന്ന് നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു, നാം പഠിക്കുവാൻ ഇടയായിത്തീർന്നു. മറ്റൊരു ഭാഗം നാം പഠിച്ചത് ഈ ദൈവവചനത്തിൻ്റെ വെളിപ്പാടിനെ കുറിച്ചാണ്. 2 തരത്തിലുള്ള വെളിപ്പാടുകളെ കുറിച്ച് നാം പഠിച്ചു. ഒന്ന്, പൊതുവായ വെളിപ്പാട്. അതിൻ്റെ ചില മാനദണ്ഡങ്ങൾ അഥവാ അതിൻ്റെ ചില മുഖാന്തരങ്ങൾ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. രണ്ടാമത്തെ വെളിപ്പാട് സ്പെഷ്യൽ റെവലേഷനാണ്, പ്രത്യേക വെളിപ്പാടെന്ന് പറയും. ആ പ്രത്യേക വെളിപ്പാട് ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. അതുപോലെ തന്നെ നാം പ്രത്യേക വെളിപ്പാട് പ്രാപിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പാരായണവും ധ്യാനവും എല്ലാ ദൈവമക്കൾക്കും തികച്ചും അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. കാരണം ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പ്ലാൻ, പദ്ധതി, അത് മനസ്സിലാക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തിലൂടെയാണ്. അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് വിശുദ്ധ തിരുവെഴുത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതും പഠിച്ചതുമായ കാര്യമാണ്. ഏറ്റവും ഒടുവിലത്തെ ഭാഗം നാം ചിന്തിച്ചു വന്നത് നേച്ചർ ഓഫ് തിയോളജി, വേദപുസ്തക ദൈവശാസ്ത്രത്തിൻ്റെ സ്വഭാവം എന്താണ്. ഒന്ന്, ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ വേദപുസ്തക ദൈവശാസ്ത്ര പഠനം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. കാരണം യേശുക്രിസ്തുവിൽ കൂടെയാണ്
മാനവ സമൂഹത്തിന് ദൈവത്തിങ്കിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, പാപിയായ മനുഷ്യനെയും പാവനനായ ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ആ നിരപ്പ് വരുത്തുന്ന ശുശ്രൂഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിനെ പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ എന്നാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത ക്രിസ്തു യേശു തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് ഈ വേദപുസ്തക ദൈവശാസ്ത്രം. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ ഇത് വേദപുസ്തകത്തിൽ കേന്ദ്രീകൃതമാണ്, വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്ക്രിപ്ചർ. വിശുദ്ധ വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് നാം പഠിക്കുന്ന ദൈവശാസ്ത്രം എന്ന് നാം മനസ്സിലാക്കണം. മൂന്ന്, ഇത് ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയാണ്. എന്ന് പറഞ്ഞാൽ, സിസ്റ്റമാറ്റിക് തിയോളജി അറിയാവുന്നവർക്ക് മനസ്സിലാകും. ബിബ്ലിയോളജി മുതൽ എസ്കറ്റോളജി വരെ 10 ശാഖകളുള്ളതാണ് സിസ്റ്റമാറ്റിക് തിയോളജി. ഇവിടെ ഞാൻ അർത്ഥമാക്കിയത് ആ 10 ശാഖകളെ കുറിച്ചല്ല, മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ കാനോനികമായി ദൈവസഭ അംഗീകരിച്ചതുണ്ട്. ആ 66 പുസ്തകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ക്രമീകൃതമായ പഠനമാണ് വേദപുസ്തക ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു പുസ്തകത്തെ മാത്രം നാം ആധാരമാക്കിയല്ല പഠിക്കുന്നത്. പുസ്തക പഠനം നമുക്ക് സാധ്യമാണെങ്കിലും വേദപുസ്തക ദൈവശാസ്ത്രം പഠിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകത്തെ ആധാരമാക്കിയല്ല, മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തെ ഒരുമിച്ചെടുത്തുകൊണ്ട് 66 ദൈവവിശ്വാസീയമായ കാനോനികമായി അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളെ ഒരുമിച്ചെടുത്തുകൊണ്ടാണ് നാം പഠിക്കുന്നത്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. സ്തോത്രം. നാലാമതായി നാം മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇത് പ്രായോഗികമാണ്. എന്താ പ്രായോഗികം എന്ന് പറയാൻ കാരണം? വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രമീകൃത ദൈവശാസ്ത്രം കേവലം ഒരു വിശ്വാസിയുടെയോ ഒരു മനുഷ്യന്റെയോ ബൗദ്ധിക ജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്ന ഒന്നല്ല. സ്തോത്രം. ഞാൻ അത് പറയുമ്പോൾ എൻ്റെ ശ്രോതാക്കളായി ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വേദപുസ്തക ദൈവശാസ്ത്ര പഠനം അല്ലെങ്കിൽ വേദപുസ്തക പഠനം കേവലം നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തിൽ ജ്ഞാനം നിറയ്ക്കാൻ വേണ്ടിയല്ല. അബ്സ്ട്രാക്റ്റ് നോളജ്, ജ്ഞാനം, വചനജ്ഞാനം ഇങ്ങനെ നിറച്ചു വെക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നാം വായിക്കുന്നതും നാം പഠിക്കുന്നതും നാം ചിന്തിക്കുന്നതുമായ വേദപുസ്തകത്തിലെ അറിവുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിൽ അന്വർത്ഥകമാക്കേണ്ട ഒന്നാണ് എന്നുകൂടെ ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ വേദപുസ്തക ദൈവശാസ്ത്ര പഠനം ചിലരെ സംബന്ധിച്ച് ദൈവശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ എന്തോ പന്തികേട് തോന്നുന്ന അനുഭവം. അങ്ങനെയല്ല, മറിച്ച് നമ്മുടെ വിശ്വാസ സംബന്ധിയായ വസ്തുതകൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നാം പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ വേദപുസ്തക ദൈവശാസ്ത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, നെസസിറ്റി, എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നതിനെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു. നാം പഠിച്ചു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് ഇനിയും ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ 5 ബ്രാഞ്ചുകളുണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. ഒന്നാമത്തേത് ബിബ്ലിക്കൽ തിയോളജിയാണ്. വേദപുസ്തകത്തിന്റെ ആധികാരികമായ ഭാഷയായ എബ്രായ ഭാഷയും ഹീബ്രു ഭാഷയും അടക്കം ബിബ്ലിക്കൽ ആർക്കിയോളജി, ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് എന്നിത്യാദി മേഖലകളിലുള്ള പഠനമാണ് അതിൽ ഉൾപ്പെടുന്നത്.
രണ്ടാമത്തെ ഹിസ്റ്റോറിക്കൽ തിയോളജിയാണ്. എന്ന് വെച്ചാൽ ചരിത്രത്തിൽ എക്യൂമെനിക്കൽ കൗൺസിലുകൾ നടന്നിട്ടുണ്ട്. ആ കൗൺസിലുകളിൽ ആ കാലഘട്ടത്തിലും പശ്ചാത്തലത്തിലും ഉരുത്തിരിഞ്ഞ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഉപദേശങ്ങളെ, അതായത് ദുരുപദേശങ്ങളെ, മറ്റൊരു പദപ്രയോഗം ഇടത്തൂടുകൾ എന്നാണ്, വചനവിരുദ്ധമായ ഉപദേശങ്ങൾ, അതിനെയാണ് ദുരുപദേശങ്ങൾ, ഹെറിറ്റിക്കൽ ടീച്ചിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി രൂപീകൃതമായ അല്ലെങ്കിൽ പഠനം നടത്തിയിട്ടുള്ള സഭാ കൗൺസിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത്, ക്രീഡ് എന്ന് പറയും, ക്രീഡ് വിശ്വാസ പ്രമാണം എഴുതിയുണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട ദൈവശാസ്ത്ര മേഖലയാണ് ഹിസ്റ്റോറിക്കൽ തിയോളജി എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് തിയോളജിയാണ്. അതായത് ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ബിബ്ലിയോളജി മുതൽ എസ്കറ്റോളജി വരെയുള്ള തിയോളജി പ്രോപ്പർ, ക്രിസ്റ്റോളജി, ക്രിസ്തുവിജ്ഞാനീയം, പരിശുദ്ധാത്മവിജ്ഞാനീയം, ദൂതവിജ്ഞാനീയം, നരവംശാസ്ത്രം, പാപശാസ്ത്രം, രക്ഷാശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല സംഭവശാസ്ത്രം, ഇങ്ങനെ 10 ബ്രാഞ്ചുകളുള്ള ഒരു വിശാലമായ ദൈവോധന പഠനമാണ്, അല്ലെങ്കിൽ ദൈവശാസ്ത്ര പഠനമാണ് ഈ സിസ്റ്റമാറ്റിക് തിയോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. നാലാമത്തെ ബ്രാഞ്ച് പ്രാക്ടിക്കൽ തിയോളജിയാണ്, പ്രായോഗിക ദൈവശാസ്ത്രമാണ്. അത് ചർച്ച് അഡ്മിനിസ്ട്രേഷൻ, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ, പാസ്റ്ററൽ തിയോളജി എന്ന് വേണ്ട ഈ മേഖലയിൽ സഭാ ഭരണ ക്രമങ്ങൾ, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ, പ്രയോജനങ്ങൾ, അതുപോലെ തന്നെ ശുശ്രൂഷകന്മാരുടെ പൊതു ശുശ്രൂഷകൾ സംബന്ധമായ ദൈവശാസ്ത്ര ചിന്തകൾ, പഠനങ്ങൾ, അതൊക്കെയാണ് ആ പ്രാക്ടിക്കൽ തിയോളജിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാമത്തെ ബ്രാഞ്ച് നാച്ചുറൽ തിയോളജി എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രത്യേക വെളിപ്പാടിനെയും പൊതുവായ വെളിപ്പാടിനെയും രണ്ടിനെയും കൂടി കോർത്തിണക്കിക്കൊണ്ട് അതേ പ്രകൃതിദത്തമായി വെളിപ്പെടുത്തപ്പെട്ട ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ ദൈവശാസ്ത്ര ചിന്തകൾ, അതിനെയാണ് ഈ ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നാച്ചുറൽ തിയോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ ആണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. ഞാൻ മുഖപുരയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ, ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടങ്ങൾ 6 എണ്ണമാണ്. അത് ഞാൻ ഈ തരുണത്തിൽ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ മുൻപോട്ട് പോകുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നാം മനസ്സിലാക്കുമ്പോൾ അടുത്ത ഭാഗം നമുക്ക് വിചിന്തനം ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യത എന്ന വിഷയമാണ്. വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യത എന്ന വിഷയം, അതായത് ഇൻസ്പിരേഷൻ ഓഫ് ദ ബൈബിൾ. 66 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ 39ഉം പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ദൈവസഭ കാനോനികമായി അംഗീകരിച്ച പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളെ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളെ ദൈവനിശ്വാസ്യമായി നാം കണക്കാക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ 2-3 വാക്യശകലങ്ങൾ വളരെ വ്യക്തമാക്കുന്ന വസ്തുതയാണ് ഇത് എന്നുകൂടി നാം മനസ്സിലാക്കണം. വേദപുസ്തകം തെറ്റില്ലാത്തതാണ്. വേദപുസ്തകം ആധികാരികമായി വിശ്വസനീയമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ്. ദൈവത്തിന് മനുഷ്യവർഗത്തോട് സംസാരിക്കാനുള്ള ആ വസ്തുതകൾ, ആ യാഥാർത്ഥ്യങ്ങൾ
വളരെ വ്യക്തമായി വിളിച്ചു പറയുന്ന ഒന്നാണ് വിശുദ്ധ വേദപുസ്തകം. അത് ദൈവനിശ്വാസീയമാണ്. അതിന് തെളിവായി നാം വായിക്കുന്നത് 2 തിമോത്തിയോസ് 3-16 വാക്യമാണ്. 2 തിമോത്തിയോസ് 3-16 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. നോക്കുക, ഇത് ദൈവനിശ്വാസീയമാണ് എന്നുള്ളത് കൊണ്ട് ഇത് വായിക്കുന്ന ഏതൊരു മനുഷ്യനും സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ തികഞ്ഞവനായി തീരുന്നു. അങ്ങനെ തികഞ്ഞവനായി തീരേണ്ടതിന് ഇത് പ്രയോജനം ചെയ്യുന്നു. ഏതൊക്കെ മേഖലകളിലാണ്? 1 ഉപദേശത്തിന്, 2 ശാസനത്തിന്, 3 ഗുണീകരണത്തിന്, 4 നീതിയിലെ അഭ്യാസനത്തിന്. നോക്കുക, ദൈവത്തിന്റെ തിരുവെഴുത്ത് ദൈവം തമ്പുരാൻ നമ്മോട് നേരിട്ട് സംസാരിക്കുന്ന വചനങ്ങളാകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ആത്മീക വളർച്ചയ്ക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ വചനധ്യാനവും വചന പഠനവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ച് ധ്യാനിച്ച് പഠിക്കേണ്ടത് വളരെ അനിവാര്യമായ വസ്തുതയാണ്. മറ്റൊരു വാക്യം 2 പത്രോസ് ലേഖനം 1-21 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ പ്രവചനം, ഇവിടെ പ്രവചനം എന്നുദ്ദേശിക്കുന്നത് പ്രവാചകന്മാർ പറയുന്ന പ്രവചന ദൂതുകളെ കുറിച്ചല്ല, മറിച്ച് പ്രവചനം എന്നുദ്ദേശിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തെയാണ്. വേദപുസ്തകത്തിന് വെളിയിൽ ഒരു പ്രവചനവും ഇല്ല കേട്ടോ. വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ പ്രവചനങ്ങളും. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെയാണ് ഇവിടെ പ്രവചനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത് എന്ന് സാരം. അപ്പോൾ മനസ്സിലാക്കുക, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. അർത്ഥാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും മനുഷ്യരായിട്ട് എഴുതി വെച്ചതല്ല, പിന്നെയോ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ആത്മാവിന്റെ ഒരു നിയോഗം ആരുടെ മേൽ വന്നിട്ടുണ്ടോ അവർ മുഖാന്തരം ദൈവത്തിന്റെ കൽപ്പന എഴുതി വയ്ക്കപ്പെട്ടു. അതിനെയാണ് ദൈവനിശ്വാസീയത എന്ന് പറയുന്നത്. ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പദപ്രയോഗം തെയോപ്ന്യൂസ്റ്റോസ് എന്ന പദമാണ്. തെയോപ്ന്യൂസ്റ്റോസ്, അതിന്റെ അർത്ഥം ഔട്ട് ബ്രീത്ത്, ഉച്ഛ്വസിച്ചത് എന്ന് വെച്ചാൽ ദൈവം ഉച്ഛ്വസിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ രേഖയാക്കി വെച്ചിട്ടുള്ള ഒന്നാണ് വിശുദ്ധ വേദപുസ്തകം എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ദൈവനിശ്വാസ്യം എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിങ്കൽ നിന്ന് വന്നതാണ്. ഇത് ആധികാരികമായി ദൈവത്തിങ്കൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇൻഫാലിബിൾ ആണ്, അല്ലെങ്കിൽ തെറ്റ് ഇല്ലാത്തതാണ്. ഇത് ആധികാരികതയുള്ളതാണ്, അതോറിറ്റി ഉള്ളതാണ്. ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിന് ആധികാരികമായി മാനദണ്ഡമാക്കി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ദൈവത്തിങ്കൽ നിന്ന് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനിശ്വാസീയതയെ സംബന്ധിച്ച് ചില ആശയങ്ങളും ചിന്തകളും സിദ്ധാന്തങ്ങളും ഇന്ന് നിലവിലുണ്ട്. പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് കടക്കാതെ
വേഗത്തിൽ അതിൻ്റെ വസ്തുതകൾ ഒന്ന് ഓർപ്പിച്ചുണർത്താം. ഒന്നാമത്തെ സിദ്ധാന്തം പറയുന്നത് ഡിക്റ്റേഷൻ തിയറി എന്ന് പറയും. ഡിക്റ്റേഷൻ നമുക്ക് സുപരിചിതമാണല്ലോ. സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഡിക്റ്റേഷൻ ഇടും. ഒരു പാഠത്തിലെ വാക്കുകൾ പഠിക്കുക, ഇംഗ്ലീഷിലാണെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് മനസ്സിലാക്കുക, വാക്ക് മലയാളത്തിലായാലും അതിൻ്റെ അക്ഷര തെറ്റുകൂടാതെ മനസ്സിലാക്കുക, കേൾവിയിലൂടെ ലഭിക്കുന്ന അക്ഷര സ്ഫുടതയിൽ അത് കൃത്യമായിട്ട് കുനുപ്പും വള്ളിയും പുള്ളിയും എല്ലാം ചേർത്ത് എഴുതാനുള്ള കഴിവ്, ഡിക്റ്റേഷൻ. അപ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നുവോ അത് എഴുതുക. അങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ടത് എന്ന് ഈ സിദ്ധാന്തം കേട്ടെഴുത്ത് തിയറി എന്ന് പറയും. കേട്ടെഴുത്ത് തിയറി. രണ്ടാമത്തെ ആശയം, രണ്ടാമത്തെ ചിന്ത അക്കോമഡേഷൻ തിയറി എന്ന് പറയും. അതായത് വേദപുസ്തകത്തിന്റെ 40ഓളം എഴുത്തുകാരെ അവരുടെ പരിമിതികൾക്കുള്ളിൽ, ആ പരിമിതികളോടൊപ്പം തന്നെ ദൈവം അവരോട് സഹകരിച്ച് വേദപുസ്തക രചന പൂർത്തിയാക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് ഈ ചിന്താഗതി പറയുന്നത്. മൂന്നാമത്തെ ചിന്താഗതിയിൽ രേഖപ്പെടുത്തുന്നത് ചിന്ത അല്ലെങ്കിൽ സിദ്ധാന്തം സൂപ്പർവിഷൻ തിയറി എന്നാണ്. വേദപുസ്തക എഴുത്തുകാർ കേവലം ഒരു എഴുത്ത് യന്ത്രങ്ങൾ ആയിരുന്നില്ല, മറിച്ച് എഴുത്തുകാരുടെ കാലഘട്ടത്തിനും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും എഴുത്തുകാരുടെ വിദ്യാഭ്യാസം, സാംസ്കാരിക എന്നിങ്ങനെയുള്ള പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം അവരെ ഓവറോൾ സൂപ്പർവൈസ് ചെയ്ത്, അതായത് അവരുടെ പരിമിതികൾക്കുള്ളിൽ അവർക്ക് എഴുതത്തക്ക നിലയിൽ, എന്നാൽ അപ്പോൾ തന്നെ എന്ത് എഴുതണം എന്ത് എഴുതരുത് എന്ന് പരിശുദ്ധാത്മ നിയോഗം അവർക്ക് കൊടുത്ത് എഴുതിപ്പിച്ചതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏകദേശം വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ഈ സൂപ്പർവിഷൻ തിയറി ഏറെക്കുറെ നമുക്ക് വിശ്വസനീയമായി കാണാൻ കഴിയും. കാരണം വേദപുസ്തകത്തിൽ വായിക്കുന്ന ചില ഭാഗങ്ങളിലൊക്കെ ഈ വേദപുസ്തകത്തിന്റെ എഴുത്തുകാർ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ നമുക്ക് കാണാം. അതിന്റെ പിന്നിൽ നാം മനസ്സിലാക്കേണ്ടുന്നത് ഈ വേദപുസ്തക എഴുത്തുകാരെ സൂപ്പർവൈസ് ചെയ്ത് അതിന് ഒരു മേൽനോട്ടം വഹിച്ച് ദൈവം തമ്പുരാൻ അവരെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നാണ് നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നത്. അത് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്നാണല്ലോ എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസീയമാണ്, കാനോനികമായി അംഗീകരിക്കപ്പെട്ടതാണ്. വേദപുസ്തകത്തിന്റെ ആധികാരികത ഇത് ദൈവനിശ്വാസീയമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒരുവന്റെ ആത്മീക ജീവിതത്തിൽ ഉപദേശത്തിനും ഗുണീകരണത്തിനും ഒക്കെ ഇത് പ്രയോജനമുള്ളതാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ അരുളപ്പാടും ദൈവത്തിന്റെ സന്ദേശവും ജീവിതത്തിൽ ആകേണ്ടതിന് അത് നിശ്ചയമായും വേദപുസ്തക പാരായണം ഒരു ദിനചര്യയായി നാം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതുകൂടെ ഈ തരുണത്തിൽ ശ്രദ്ധിക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് മുൻകാലഘട്ടങ്ങളിലേക്ക് നാം പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പിതാക്കന്മാർ തങ്ങളുടെ തലമുറകളെ വളരെ കൃത്യമായി നിഷ്കർഷിച്ചിരുന്ന ഒരു വസ്തുത വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും
പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ചും സന്ധ്യായാമങ്ങളിൽ ദൈവത്തിൽ സമയം ചെലവഴിക്കുവാൻ മാതാപിതാക്കളും മക്കളും ഒരുപോലെ ഉത്സാഹിച്ചിരുന്നു. മാതാപിതാക്കൾ മക്കളെ അതിനുവേണ്ടി ഉത്തേജിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒരുപക്ഷെയെങ്കിൽ വേദപുസ്തകത്തിന്റെ അർത്ഥവ്യാപ്തിയോ വായിക്കുന്ന വാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയോ ഒന്നും മനസ്സിലാക്കാൻ ആ പ്രായത്തിൽ കുട്ടികൾക്ക്, തലമുറകൾക്ക് കഴിയുന്നില്ല എങ്കിലും അവര് വായിക്കണമെന്നുള്ളത് മാതാപിതാക്കൾക്ക് നിർബന്ധമായിരുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കറിയാം, നമ്മുടെയൊക്കെ അനേക കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന കഴിയാതെ ഭക്ഷണം കൊടുക്കയില്ലായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണമില്ല എങ്കിൽ പോലും സന്ധ്യാപ്രാർത്ഥന മുടക്കുകയില്ല. വേദപുസ്തക വായനയും പാട്ടും പ്രാർത്ഥനയും അന്ന് കാലഘട്ടത്തിൽ, പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വളരെ ശക്തമായി നിഷ്കർഷിച്ചിരുന്ന ഒന്നായിരുന്നു എന്ന് നമുക്കറിയാം. ഓർക്കുക പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരേണ്ടതുണ്ട്. നമ്മുടെ തലമുറകൾ മടങ്ങി വരേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ, അത് ധ്യാനിക്കുവാൻ, അത് നമ്മുടെ ആത്മീക മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മീക മനുഷ്യനെ ഒന്ന് ചെത്തി മിനുക്കിയെടുത്ത് ദൈവത്തിന് കൊള്ളാകുന്നവനാക്കി തീർക്കുവാൻ ഈ വിശുദ്ധ വേദപുസ്തകത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ ആലോചന സ്വീകരിപ്പാൻ തക്കവണ്ണം നാം ദൈവസന്നിധാനത്തിൽ വളരെ വളരെ സമയം ചെലവഴിച്ച് വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത്രയും പറഞ്ഞ് മുഖപുര ഭാഗത്തു നിന്ന് ഞാൻ ഈ രാത്രിയിൽ വിടവാങ്ങുകയാണ്. അടുത്ത ഭാഗം ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്കാണ് നാം പോകുന്നത്. ചില മേഖലകൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ എടുക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. മുൻപ് ഓർപ്പിച്ചതുപോലെ ക്രമീകൃത ദൈവശാസ്ത്രത്തിന്റെ 10 ശാഖകളും പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള അവസരവും എടുക്കുന്നില്ല. എന്നാൽ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില മേഖലകൾ ഒന്ന് സ്പർശിച്ചു പോകുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് ആ മേഖലകളിലുള്ള പഠനം എല്ലാ നിലകളിലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ ദൈവവചനം കേൾക്കുന്ന ആർക്കും നിത്യജീവൻ നഷ്ടമായി പോകരുത്. ആർക്കും തന്നെ ദൈവവചനം അറിയാത്തവരായി തീർന്നിട്ട് അശുദ്ധ ജീവിതത്തിലേക്കും ദൈവവചനം അറിയാതിരുന്നിട്ട് ദൈവത്തിന് കൊള്ളരുതാത്തവരായി തീരുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിന് കൊള്ളാകുന്നവരായി തീരുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ വീണ്ടും ദൈവവചന ചിന്തകളിലേക്ക് മുൻപോട്ട് പോകാം. ഒന്നാമതായി നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന മേഖല ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഏത് പരിഷ്കൃതനും അപരിഷ്കൃതനും, പണ്ഡിതനും പാമരനും, പാശ്ചാത്യനും പൗരസ്ത്യനും ഒരുപോലെ ചിന്തന ഉള്ള അല്ലെങ്കിൽ ചിന്തിക്കുന്ന വസ്തുതയാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അതെല്ലാ വ്യക്തികൾക്കുമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തെ എങ്ങനെ നമുക്ക് നിർവചിക്കാൻ കഴിയും? ദൈവത്തെക്കുറിച്ച് എങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും? ചിലരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ? ദൈവം എവിടെയാണ് വസിക്കുന്നത്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒത്തിരി ചോദ്യങ്ങൾ മനുഷ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നിരീശ്വരവാദികളായി മുൻപോട്ട് പോകുന്നതും നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദർശിപ്പാൻ കഴിയും. 2 വിധത്തിലുള്ള ആളുകളാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ലോകത്തിൽ പഠിക്കുന്നത്. ഒന്ന് നിരീശ്വരവാദികൾ, മറ്റൊന്ന് ഈശ്വരവാദികൾ. തീസ്റ്റിക് ഗ്രൂപ്പും ഏത്തീസ്റ്റിക് ഗ്രൂപ്പും.
ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ഗ്രൂപ്പും ദൈവത്തെ വിശ്വസിക്കാത്തവരുടെ ഗ്രൂപ്പും. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ അവരുടെ ന്യായവാദങ്ങൾ, ആ ന്യായവാദങ്ങളിലൂടെ ദൈവമില്ല എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്നത്, നിത്യനായ ഒരു ദൈവമുണ്ട്, സ്വയംഭൂവായ ഒരു ദൈവമുണ്ട്, മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവമുണ്ട്, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാണ് തൻ്റെ സൃഷ്ടികളിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ദൈവത്തെക്കുറിച്ചുള്ള ചില ചിന്തകളും പഠനങ്ങളുമാണ് നമുക്ക് തുടർന്ന് നടത്തേണ്ടത്. ദൈവത്തെക്കുറിച്ച് മനുഷ്യന്റെ ചില ധാരണകളുണ്ട്. പലർക്കും പല തരത്തിലുള്ള ധാരണകളാണുള്ളത്. അമാനുഷികമായ, അദൃശ്യനായ, അപ്രമാദിത്വമുള്ള ഈ ദൈവം, സ്വയംഭൂവായ ദൈവം എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് പ്രധാനമായും ചിന്തിക്കുന്ന ഒരു 5-6 ചിന്തകൾ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാം. ഒന്ന്, പാൻതെയിസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലം എല്ലാം തന്നെ ദൈവത്തിന്റെ അംശമാണ്, ദൈവത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തയുണ്ട്. അതുകൊണ്ട് എല്ലാം ദൈവമാണെന്നും എല്ലാം ദൈവത്തിന്റെ ഭാഗമാണെന്നും എല്ലാം ദൈവത്തിന്റെ അംശമാണ് ഈ ലോകത്തിലുള്ളത് എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അത് ഒരു മിഥ്യാധാരണയാണ്. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ദൈവമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നാം അത് വിശ്വസിക്കുന്നു, പൂർണ്ണമായും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലവും ദൈവത്തിന്റെ ഭാഗമാണ്, ദൈവമാണ് എന്ന് നമുക്ക് വിശ്വസിപ്പാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലവും ദൈവമയമുള്ളതാണ്, ദൈവമാണ് എന്ന വാദം അംഗീകരിക്കുന്നവരാണ്. രണ്ടാമത്തെ വാദം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് വിശ്വസിക്കുന്നത് ബഹുദൈവവാദമാണ്. ബഹുദൈവവാദം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമല്ല, മറിച്ച് ഒന്നിലധികം ദൈവങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. ബഹുദൈവങ്ങൾ, അത് ഒരു പ്ലൂറൽ ഫോമാണ്. ബഹുദൈവങ്ങൾ ലോകത്തിൽ ഉണ്ട്, ഒന്നിലധികം ദൈവങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്ന ചിന്ത അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ആളുകളും ലോകത്തിൽ ഉണ്ട്. അത് വാസ്തവത്തിൽ മനുഷ്യനെ വിഗ്രഹാരാധനയിലേക്ക് നടത്തിവിടുകയാണ്, അല്ലെങ്കിൽ തള്ളിവിടുകയാണ്. ഈ ലോകത്തിൽ കാണുന്ന പലതും ദൈവമാണ് എന്ന് വിശ്വസിക്കുകയും, അല്ലെങ്കിൽ ഒന്ന് ഏകസത്യ ദൈവമല്ല ഉള്ളത്, മറിച്ച് പല ദൈവങ്ങൾ ലോകത്തിലുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പല ദൈവങ്ങളുടെയും പുറകെ പോവുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നത്, അല്ലെങ്കിൽ ആർക്കും തന്നെ തർക്കം കൊടുക്കാത്ത, അതെ, മറ്റൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കാത്ത തരത്തിൽ വിശദീകരിക്കുന്നത് ഏക സത്യ ദൈവമേ ഉള്ളൂ എന്നാണ്. ഞാൻ അതിന് ബോൽഫലകമായി ഒരു വേദപുസ്തകത്തിലെ 2 വാക്യശകലങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ വാക്യം നമുക്ക് സുപരിതമായ 10 കൽപ്പനകൾ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേലിന് കൊടുക്കുന്നതാണ് നാം വായിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്. അതിന്റെ ഹ്രസ്വമായ രൂപം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പൂർണ്ണ രൂപം കൊടുക്കുന്ന ഭാഗത്ത് ദൈവം അരുളി ചെയ്യുന്ന ഒന്നാമത്തെ കൽപ്പന, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്.
രണ്ടാമത് പറയുന്നത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. 4-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു. ഞാൻ ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. അപ്പോൾ ദൈവം കൃത്യമായും ഇസ്രായേൽ ജനത്തിന് മോശെ മുഖാന്തരം കൊടുക്കുന്ന കൽപ്പനയിൽ പറയുന്നത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഏക സത്യ ദൈവമാണ്. ഏക സത്യ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥനാണ്, ഏക രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ രണ്ടാമത്തെ ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളാണ്. 4-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. വിശദമായ പഠനങ്ങൾ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു ഭാഗമാണ് അവയൊക്കെ. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്ന വസ്തുത, നിങ്ങൾ ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. എന്താ കാരണം? ബഹുദൈവങ്ങളില്ല. അഖിലാണ്ടത്തിന്റെ ഇടയവനായി, മനുഷ്യജാതിയുടെ സൃഷ്ടാവായി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി ഒരേ ഒരു ദൈവം, ഏക സത്യ ദൈവം. മറ്റുള്ളത് മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവങ്ങളാണ്, മനുഷ്യ നിർമ്മിത ദൈവങ്ങളാണ്. എന്നാൽ സ്വയംഭൂവായി നാം ആരാധിക്കുന്ന ദൈവം, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, നമ്മെ രക്ഷിപ്പാനായി തന്റെ പുത്രനെ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നൽകി തന്ന ദൈവം, ആ ദൈവം ഏക സത്യ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഇസ്രായേലിനോട് പറയുമ്പോൾ അതോട് ചേർത്ത് വെച്ചാണ് ഇസ്രായേലിനോട് പറയുന്നത്, നിങ്ങൾ യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കരുത്, ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ മരം കൊണ്ടോ വൈക്കോൽ കൊണ്ടോ യാതൊന്നുകൊണ്ട് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ആ വിഗ്രഹത്തെ ഉണ്ടാക്കുക മാത്രമല്ല ആരാധിക്കുവാനും തുനിയരുത്, തിരിയരുത് എന്ന് വളരെ വ്യക്തമായി ദൈവം ഇസ്രായേലിന് നിയമം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 4-5 അധ്യായങ്ങളിലൊക്കെ മറ്റ് ഒരുപാട് അധ്യായങ്ങളിൽ നമുക്ക് ഈ വസ്തുത വ്യക്തമായി പഠിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ രണ്ടാമത്തെ ചിന്ത ബഹുദൈവവാദമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബഹുദൈവ വിശ്വാസികളല്ല നാം, മറിച്ച് ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്ന കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് യാതൊന്നിന്റെയും പ്രതിമയെ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ അഥവാ ആരാധിക്കുകയോ ചെയ്യുവാൻ ദൈവവചനത്തിൽ പ്രമാണമില്ല. വചനം വിശ്വസിക്കുന്നവരാണ് നാം എങ്കിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ വചനം പൂർണ്ണമായും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആധികാരികമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഓർത്തുകൊള്ളുക, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏക സത്യ ദൈവം മാത്രമാണ്. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. അത് യേശുക്രിസ്തു, ആ ഏക രക്ഷകനല്ലാതെ
പാവനനായ ദൈവത്തിനും പാപിയായ മനുഷ്യനുമിടയിലുള്ള ഏക മധ്യസ്ഥനല്ലാതെ മറ്റ് ഒന്നും ഇല്ല എന്ന കാര്യവും നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ ചിന്ത ഇന്ന് ലോകത്തിൽ ഉള്ളത് ദ്വൈതവാദമാണ്. പാഴ്സി മതമെന്നും സ്വരാഷ്ട്രീയൻ മതമെന്നും പറയുന്ന ഒരു മതം, രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു മതം ഇന്നും ഭാരതത്തിലുണ്ട്. ന്യൂനപക്ഷമായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. അവരുടെ വിശ്വാസം രണ്ട് തുല്യ ശക്തികളായിട്ട് ലോകത്തിൽ നിലനിൽക്കുന്ന രണ്ട് ദൈവങ്ങളുണ്ടെന്ന, രണ്ട് തുല്യ ശക്തികളായ ദൈവങ്ങൾ. ഒന്ന് അഹൂറ മസ്ത എന്നും മറ്റൊന്ന് സ്പന്ദമൈന്യു എന്നും വിളിക്കപ്പെടുന്നു. അത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന, അതായത് രണ്ട് വിധം ഉള്ള സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ദൈവങ്ങളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പരസ്പര ഭിന്നങ്ങളായ രണ്ട് ശക്തികൾ, ഒന്നോട് യോജിക്കാതെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ശക്തികൾ, അതിനെ ദൈവവും സാത്താനും, നന്മയും തിന്മയും, ആത്മാവും പഞ്ചഭൂതങ്ങളും, ആത്മീയതയും ഭൗതികതയും, ഇരുട്ടും വെളിച്ചവും, ഇങ്ങനെ തരംതിരിച്ച് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് തുല്യ ശക്തികൾ ലോകത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനെയാണ് ദ്വൈതവാദം എന്ന് നാം പറയുന്നത്. നാലാമതായി പരിണാമവാദം എന്ന് പറയും. പരിണാമവാദത്തിന്റെ ഉപജ്ഞാതാവ് നാം സ്കൂളിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം, ചാൾസ് ഡാർവിനാണ് പരിണാമവാദം സ്ഥാപിച്ചത്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഒരു പുസ്തകം താൻ എഴുതി. 1859 ആ പുസ്തകം എഴുതപ്പെട്ടത്. അങ്ങനെ 1859 എഴുതപ്പെട്ട ഒറിജിൻ ഓഫ് സ്പീഷീസ് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഉൽപ്പത്തി സംബന്ധിച്ച പഠനം നടത്തിയപ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞുവെന്ന ചില ആശയങ്ങൾ, വ്യക്തതയില്ലാത്ത ചില ആശയങ്ങൾ താൻ കുറിച്ചു വെച്ചത് ലോകത്തിലെ ലക്ഷക്കണക്കിന് ജനകോടിക്കണക്കിന് ആളുകളെ ദൈവവിശ്വാസത്തിൽ നിന്ന് തിരിച്ച് അത് പരിണാമവാദത്തിലേക്ക് നയിച്ചു എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഇന്നും അനേകർ വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിൽ അത് കാണുന്ന സകലവും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും പരിണാമത്തിന്റെ പരിണതഫലമായി രൂപമെടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒത്തിരി പേർ, ജനലക്ഷങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാകും, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി ഒരു ദൈവമുണ്ട്. ഈ പ്രപഞ്ചം പരിണമിച്ച് രൂപപ്പെട്ട് വന്നതല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ നല്ലതുപോലെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ദൈവം 6 ദിവസം സൃഷ്ടി കർമ്മങ്ങൾ നടത്തുന്നു. 5 ദിവസം പ്രകൃതിയിലെ സകല സാധനങ്ങളെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുന്നു. 6-ാം ദിവസം അപൂർണനായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, പൂർണ്ണതയില്ലാത്തവനായി. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ പ്രപഞ്ചത്തിലെ സകലത്തെയും സൃഷ്ടിച്ചു എന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അത് അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നാം അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഓർക്കുക, പരിണാമവാദത്തിന് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ദൈവ പൈതലിന്റെ കുടുംബത്തിൽ ആർക്കും ഒരു ഇടം കൊടുക്കാൻ സാധ്യമല്ല. കാരണം വിശുദ്ധ വേദപുസ്തകം അംഗീകരിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിലാണ് നാം എല്ലാവരും വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പരിണാമവാദത്തെ
അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ദൈവമക്കൾ മുൻപോട്ട് പോകുന്നത്. അടിസ്ഥാനപരമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ എന്നും മനസ്സിലാക്കിയിരിക്കുക. അഞ്ചാമതായി നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അഞ്ചാമത്തെ മനുഷ്യരിലുള്ള ചിന്ത അദ്വൈതവാദം എന്ന് പറയും. അദ്വൈതവാദം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന പ്രതിഭാസം, ഞാൻ എന്ന പ്രതിഭാസം, ഈ രണ്ട് പ്രതിഭാസങ്ങളും രണ്ടല്ല, പിന്നെയോ ഞാനും ദൈവവും ഒന്നാണ്. ഇത് വാസ്തവത്തിൽ ആദ്യം പഠിപ്പിച്ചത് ഉപനിഷത്തുക്കളെ ആധാരമാക്കിക്കൊണ്ട് കാലടിയിൽ ജനിച്ച് വളർന്ന തത്വചിന്തകനായിരുന്ന ശ്രീ ശങ്കരാചാര്യരാണ്. അത് അദ്ദേഹത്തിന്റെ ഫിലോസഫിയാണ് അദ്വൈത ഫിലോസഫി എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് വെച്ചാൽ രണ്ടല്ല, ഒന്നുമല്ല, എന്നാൽ രണ്ടും ഏകമാണ് എന്ന ചിന്തയാണ്. ഐഡന്റിക്കൽ നേച്ചർ ഓഫ് പരമാത്മൻ വിത്ത് ആത്മൻ, ആ ആശയത്തെയാണ് ശങ്കരാചാര്യർ അദ്വൈത ഫിലോസഫി എന്ന പേരിൽ കുറിച്ചത്. അദ്വൈത ചിന്ത ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിൽ ചിലരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നത് ഇതാണ്: ഞാൻ സേവിക്കുന്ന ദൈവം അഖിലാണ്ടത്തിന്റെ ഉടയവൻ, പരംബ്രഹ്മൻ, ആ ദൈവവും എൻ്റെ അകത്ത് വസിക്കുന്ന ആത്മൻ, വിച്ച് ഈസ് ഇൻസൈഡ് ഓഫ് മീ, എൻ്റെ അകത്തുള്ള ആത്മാവും അതെ ഒരുപോലെ ഇരിക്കുന്നു. ഒന്നല്ല, ഒന്നാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അതിനെയാണ് അദ്വൈതവാദം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രധാനമായ 5 ചിന്തകളുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണകൾ. 1, എല്ലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. 2, ബഹുദൈവവാദം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഒന്നിലധികം ദൈവങ്ങൾ. 3, ദ്വൈതവാദം, 2 തുല്യ ശക്തികൾ, വിഭിന്നങ്ങളായ 2 തുല്യ ശക്തികൾ ഉണ്ടെന്ന വിശ്വാസം ലോകത്തിലുണ്ട്. 4, പരിണാമവാദം, ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ പിന്നിൽ സൃഷ്ടികർത്താവായ ദൈവമല്ല, പരിണമിച്ചുണ്ടായതാണ് മനുഷ്യൻ അടക്കം. അതേക്കുറിച്ച് എൻ്റെ ശ്രോതാക്കൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വാസത്തോടെ ഞാൻ അധികം വിശദീകരണം കൂടാതെ മുൻപോട്ട് പോകുക. ഏറ്റവും ഒടുവിലത്തേത്, ജനങ്ങളിൽ ഒരു കൂട്ടരെങ്കിലും വിശ്വസിക്കുന്നത് അദ്വൈതവാദമാണ്. ഒരു ദൈവത്തിൻ്റെ അതേ നിലവാരത്തിൽ തന്നെയാണ് എൻ്റെ ആത്മാവും എന്ന ചിന്തയാണ് അദ്വൈതവാദത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ, ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെ വസിക്കുന്നു? ആ ദൈവത്തെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? അല്ലേ, ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ദൈവത്തെ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റും. പക്ഷേ ദൈവം ദേ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനൊരു തെളിവ് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിസിറ്റി, കറണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല, കാണാൻ ഒക്കുന്നതല്ല. പക്ഷെ നമുക്ക് ഇലക്ട്രിസിറ്റി അനുഭവിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ്, ഫാന്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ, അവയെല്ലാം കണക്ഷനൊക്കെ കൊടുത്ത് എല്ലാം ക്ലിയർ ആണെങ്കിൽ, ലൈനൊക്കെ ക്ലിയർ ആയി, സ്വിച്ചും ഇതെല്ലാം ക്ലിയർ ആണ് എങ്കിൽ, നാം അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വൈദ്യുതി പ്രവഹിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ കറണ്ട് പോകുന്നത് നാം കാണുന്നില്ല. പ്രകൃതിയിൽ കാറ്റടിക്കുന്നു,
പ്രകൃതിയിൽ കാറ്റടിക്കുമ്പോൾ കാറ്റിനെ നാം കാണുന്നുണ്ടോ? ഇല്ല. ആ കാറ്റുകൊണ്ട് അനങ്ങുന്ന മരച്ചില്ലകൾ നാം കാണുന്നുണ്ട്, ചെടികൾ നാം കാണുന്നുണ്ട്, പക്ഷേ കാറ്റിനെ കാണുന്നില്ല. എങ്കിലും നാം അത് അനുഭവിക്കുന്നു. ഇതുപോലെയാണ് ദൈവത്തെക്കുറിച്ചും നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളെ പോലും നമുക്ക് നേരിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ആ വസ്തുക്കളെ സൃഷ്ടിച്ച ദൈവം ആ സൂര്യനേക്കാൾ വെല്ലുന്ന പ്രഭയോടുകൂടി നിൽക്കുന്ന ദൈവത്തെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? കാണാൻ ബുദ്ധിമുട്ടാണ്. തന്നെയുമല്ല, ദൈവം ബഹുദൈവവാദികൾ വാദിക്കുന്നത് പോലെ കല്ലുകൊണ്ടും മരം കൊണ്ടും മണ്ണുകൊണ്ടും പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും ഒക്കെ പണി കഴിപ്പിച്ച് തീർത്തു വെച്ചിട്ടുള്ള മനോഹര രൂപങ്ങളല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതായിരുന്നെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ദാ ദൈവം എന്ന് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. ഇല്ല, വിശുദ്ധ വേദപുസ്തകം മുൻപേ ഞാൻ വായിച്ച വാക്യങ്ങളിലൂടെ അസന്നിഗ്ധമായ ഭാഷയിൽ തർക്കമെന്നെ അതെ മനുഷ്യജാതിയോട് പറയുന്നു, യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്, പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഹോരേബിൽ വെച്ച് യഹോവയായി ദൈവം നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ എന്നാണ്. രൂപമൊന്നുമില്ലാത്ത ദൈവത്തെ എങ്ങനെ കാണിക്കാൻ പറ്റും? അത് അസാധ്യമാണ്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഈ ദൈവത്തെ അനുഭവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും, ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന്റെ ചില ഇടപെടലുകൾ, ദൈവത്തിന്റെ ചില ശബ്ദം, ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഫാൻ ഇട്ടിട്ട് ആ ഫാനിന്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്തിട്ട് ഫാൻ കറങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും കറണ്ട് ഉണ്ട് എന്നതുപോലെ ചില ദൈവപ്രവർത്തികൾ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് ദൈവം എന്ന പദപ്രയോഗം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആദ്യമായി എലോഹീം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈശ്വര വിശ്വാസം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് മനുഷ്യർക്ക് മാത്രമുള്ള കാര്യമാണ്. ഞാൻ പുറകാലെ അത് സംബന്ധിച്ച് ചില വസ്തുതകൾ കൂടി പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദൈവാസ്തിക്യത്തിന് ചില തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. മുൻപേ ഞാൻ ഓർപ്പിച്ചതുപോലെ ഫാനും ലൈറ്റും എല്ലാം അത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ, ലൈറ്റ് പ്രകാശിക്കുന്നത് കാണുമ്പോൾ, സ്വിച്ച് ഇടുമ്പോൾ അതിൻ്റെ പ്രകാശം പരക്കുന്നത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കറണ്ടിലൂടെ ഈ ലൈറ്റ് പ്രകാശിക്കുന്നത്, ഈ ഫാൻ കറങ്ങുന്നത്, ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്, ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം, ഏകസത്യ ദൈവം ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ചില വസ്തുതകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈശ്വര വിശ്വാസത്തിൽ ദൈവാസ്തിക്യത്തെ തെളിയിക്കുന്ന ചില ചിന്തകൾ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. അതിൽ ഏതാനും ചിലത് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം ഉണ്ടോ എന്നതിന് മറുപടി അവിടെ നമുക്ക് കാണാം. ഒന്ന്, പ്രപഞ്ചത്തിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നു. പ്രപഞ്ചത്തിലൂടെ അതിന് ബോൽബലകമായി 1-2 വാക്യങ്ങൾ വളരെ വേഗത്തിൽ ആ ചിന്ത ഒന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതിന് തുടർച്ചയായി അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പ്രപഞ്ചത്തിലൂടെയുള്ള
ദൈവിക വെളിപ്പാട്, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്നൊക്കെയാണ് ദൈവശാസ്ത്ര മേഖലയിൽ ഞങ്ങൾ അതിനെ വിളിക്കാറുള്ളത്. പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ നിത്യത്വം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതിന് ബോൽബലകമായി 19-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് 8-ാം സങ്കീർത്തനത്തിൽ വരുമ്പോഴും ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു വസ്തുത കാണാൻ സാധിക്കുന്നുണ്ട്. 8-ാം സങ്കീർത്തനം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു, നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശത്രുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ഒരു ദൈവമുണ്ട്. ഒരു ചെറിയ ഉദാഹരണത്തിൽ പറഞ്ഞ് അത് സമർത്ഥിച്ച് ഞാൻ നിർത്താം. നമ്മൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിമനോഹരമായ ഒരു ബിൽഡിംഗ് കാണുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്ത് ഈ ബിൽഡിംഗ് കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, ഈ ബിൽഡിംഗ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു, ഒരു ദിവസം ഇത് തനിയെ ഭൂമിയുടെ അധോഭാഗത്ത് നിന്ന് മുളച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വന്നതാണ് എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നല്ല ഭാഷയിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ ഈ കെട്ടിടം ഭൂമിയുടെ അധോഭാഗത്തുനിന്ന് പൊങ്ങി വന്നു എന്ന് വിശ്വസിക്കുവാൻ ഞാൻ അത്ര ഭോഷനല്ല എന്നായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അങ്ങനെ ഒന്നും വരികയില്ല എന്ന് നമുക്ക് നിശ്ചയമാണ്. അങ്ങനെയെങ്കിൽ ഇത്ര ശ്രേഷ്ഠമായ മനുഷ്യജാതിയുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കുവാൻ കഴിയാത്ത തരത്തിൽ ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു സൃഷ്ടികർത്താവില്ല, ഇത് പരിണമിച്ച് നൂറ്റാണ്ടുകളുടെ പരിണാമം മുഖാന്തരമായി ഉളവായി വന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം ദൈവമക്കളായ നാം അത്ര മണ്ടന്മാരല്ല. പ്രൈസ് ദി ലോർഡ്. അത്ര ഭോഷന്മാരല്ല. വേദപുസ്തകം വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു സൃഷ്ടാവായ ദൈവമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉളവാക്കി തീർത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആഴമായി വിശ്വസിക്കാം. ആ ദൈവത്തിൻ്റെ വചനം പഠിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ. തുടർന്നുള്ള ചിന്തകൾ ഞാൻ ഇപ്പോൾ വിടുകയാണ്. അടുത്ത ശനിയാഴ്ച രാത്രിയിൽ നമുക്ക് വീണ്ടും ഈ ഫേസ്ബുക്ക് പേജിൽ കാണാം. ദൈവമായ കർത്താവ് വചനം കേട്ട എല്ലാവരെയും കേൾക്കപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുണർത്തി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദൈവം നമ്മെ തൻ്റെ വിരിക്കപ്പെട്ട ചിറകിൽ കാക്കുമാറാകട്ടെ. മാറാനാഥ.